ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞു കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. ബാബാ മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല നിന്നെ കാണാൻ കൂടി വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ടർ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പാവാടാ നിന്റെ അച്ഛൻ. എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നു തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ലടാ ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്ന് പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവാ. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. ഭസ്മമായി പോകൂടാ, നീ നശിച്ചു പോകൂടാ. ഓടി വേണ്ടെന്ന് പറ കോച്ച. വേണ്ട വേണ്ട കോച്ച. ഒന്ന് വേഗം വേണുവിനെ രക്ഷിക്കാൻ നോക്ക്. വാടാ, നോക്ക്, വാ.
എന്താ ഇത്? കാശ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്താ ഇവിടെ? എന്താ മോളെ, എന്ത് പറ്റി? എന്ത് പറ്റി? ലിഫ്റ്റിൽ കുടുങ്ങിയടാ. നിന്റെ അച്ഛനങ്ങ് പോയിട്ടില്ല, എൻ്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ, ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. അമ്മേ 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 ദേ വീണു. മോനെ നീ വന്നല്ലോ. എന്റെ മോൻ. വീണു മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. മഹാബാബി നല്ലവനായിട്ട് വന്ന് നമ്മളെല്ലാം പറ്റിച്ചു പോയടാ. അച്ഛൻ കടക്കാരനായി ഓടിപ്പോയതല്ലമ്മേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പോയതാ. വേണു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? ലിഫ്റ്റിൽ അടച്ചിട്ട് ആണാണെങ്കിലും കൊച്ചിക്ക് വരാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ അവനെ എതിരാളിയല്ലടാ യമൻ. മോനെ, അമ്മയുടെ മോൻ വേലയ്ക്ക് പോയല്ലേ കണ്ടിട്ടുള്ളൂ, പേട്ടയ്ക്ക് പോയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണു അറിയാത്ത നാട്ടിലേക്ക് തനിയാണോ പോണേ? നോക്കമ്മ, ഇവനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇവൻ എന്തെങ്കിലും വിഷമം വന്നാൽ സഹായിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വേണു, നീ ധൈര്യമായി പോടാ. കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഗോച്ചായെ പോയി കണ്ടിട്ട് പോടാ. അളിയാ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങളെല്ലാം നന്നായി നടക്കുന്നു. അവന്റെ കാര്യം എന്തായി? ആദ്യം അത് പറയാ. ലിഫ്റ്റിൽ പൊട്ടി അവനെ കുഴിച്ചു മൂടി. ശിവദാസന്റെ മോനെ കൊന്നോ? താങ്ക്സ് അളിയാ, താങ്ക്സ്. അവൻ മോശമാണെങ്കിൽ ഗോച്ച അതിലും മോശമാ. ഏയ് ദേവി, നിന്റെ കുരുവിയെ കൊന്നു കളഞ്ഞെന്ന്. അവനിനിയും ചത്തില്ല, നമ്മുടെ ഏരിയയിൽ തന്നെ വന്നുപെട്ടു. എന്താടാ ഗോച്ച, ഭൂമിക്കടിയിൽ പോയവൻ കൊടുങ്കാറ്റ് പോലെ വന്നോ നോക്കുവാണോ? പുലി എപ്പോഴും കൊടുങ്കാറ്റ് പോലെ. എല്ലാരും വേഗം വാടാ. നീ എന്തോ ആണാണെങ്കിൽ വരാൻ പറഞ്ഞല്ലോ. ദാ ഇപ്പൊ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താടാ ആണെന്ന വാക്കിന്റെ അർത്ഥം അറിയോടാ നിനക്ക്? ഇങ്ങനെ 5 അടി ഗ്യാപ്പിൽ 6 അടി ഉയരത്തില് കൂട്ടാളികളുമായി വരുന്നതല്ല. എവിടെയും എപ്പോഴും എങ്ങനെയും കണ്ണില് തീയോടെ കയ്യിൽ കരുത്തോടെ നെഞ്ചിലുറപ്പോടെ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കുന്നവനുണ്ടല്ലോ, അവനാടാ ആണ്. അതിനൊക്കെ ചെറുപ്രായത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. നിന്നെ പോലെ കഴുതപ്പാൽ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഏയ്, എന്താടാ കഴുതയെ പോലെ അമർന്ന്? എല്ലാം ശരിയായിട്ട് ചെയ്തിട്ട് അവസാനം ഒരു തെറ്റ് ചെയ്ത് കണ്ടോ? മോനോട് അച്ഛനെ പറ്റി പറഞ്ഞില്ലേ? സൂപ്പർ മാറ്റർ. ഏയ്, ഞങ്ങൾ അച്ഛന്മാര് പറയുന്ന കേൾക്കില്ല. അത് പ്രായത്തിന്റെ.
എന്നാൽ ആ അച്ഛനെന്തെങ്കിലും പ്രശ്നമുണ്ടായി ആര് പറയുന്നത് കേൾക്കില്ല, അടിച്ച് പെരുത്ത് കളയും. അവനോട് ആണ്. അതൊക്കെ നിന്നെ പോലെ ഒരുത്തനങ്ങനെ മനസ്സിലാവാൻ. ഏയ്, മലേഷ്യ കോച്ചയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഇത് കൊച്ചിയാ. ഇവിടെ ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഡേയ്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആരെന്നും മനസ്സിലായില്ലേ? കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിൽ സ്രാവ്, കാറ്റാണെ ചുഴലിക്കാറ്റ്. ചുമ്മാ ചുറ്റി ചുറ്റി അടിക്കും. എവിടാ എന്റെ അച്ഛൻ? നിന്റെ അച്ഛനല്ലേ? അത് അവിടെ ചോദിക്കേ. നല്ലോണം നോക്കടാ. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയല്ല, നിറയെ എരിവ് കഴിക്കുന്നവരാ. ചിന്തിക്കത്തേയില്ല. എന്റെ എതിര് നിന്ന് സംസാരിച്ച ശത്രുവാണെന്ന് കരുതി കൊന്നുകളയും. അതിന് ശേഷമേ ആരാണെന്ന് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായോടാ? ഇത് കൊച്ചിയാ. എന്തോ ആകാശമെന്നോ ഇടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇടിക്കടാ, ഇടിക്കാൻ. ഏയ്, ഇടിക്ക് മുമ്പേ ഒന്നും വരില്ലേ? മിന്നൽ 10 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ പവർ 10 ലക്ഷം വാട്ട്സിന് മോഡില. കാണണോ? സർ. യെസ് സാർ. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർ, ഗോച്ച. അതെ, ഗോച്ച. അവനെയല്ലേ ആ ശിവദാസന്റെ മകൻ തല്ലിച്ചതച്ചത്? എന്റെ നാട്ടിൽ വന്ന് എന്റെ പാർട്ട്ണർ ഒരുത്തനെ അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവന്? ആട്ടെ, നീ ഡോക്ടറാ? പോലീസ് സർ. പോലീസ്? അപ്പൊ ഹോസ്പിറ്റലിൽ നിനക്ക് എന്താടാ പണി? പോയി കണ്ടുപിടിക്കണം അവനെ. പോടാ. ആദ്യം കോച്ചൊക്കെ എങ്ങനെയുണ്ട് നോക്കാം, വാ. എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് സംസാരിച്ചോണ്ട് നിൽക്കും. ഡോക്ടർ, കോച്ച എവിടെ? അകത്തെ മുറിയിലുണ്ട്. ഏയ്, എന്താടാ ഇത്? യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ 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 അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്. അടിച്ച അടി അങ്ങനെ. ഓ, മലേഷ്യക്കാരല്ലേ ഇവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. സാർ 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 സാർ, പ്ലീസ് ഡോണ്ട് ടച്ച് ഹിം. എന്റെ പാർട്ണർ ഒരുത്തനെ അടിച്ചു, അറിയാമോ? സാർ, ഒരാൾ അടിച്ചെന്ന് കള്ളം പറയാതെ. മിനിമം 100 പേര് അടിച്ചാലേ ഇങ്ങനൊരു അവസ്ഥ വരൂ. മതി, നിർത്ത്. സാർ, നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ട്. നിങ്ങൾ എന്തോ കണ്ടോ എന്തോ പറയുന്നു. ഏയ്, ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞേ. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല. ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി 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 പറ ചേച്ചി, അവൻ വന്നില്ലേ? ആരെന്നാ? ശിവദാസന്റെ മോൻ. ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല ഇല്ല ഇല്ല, കള്ളം. അവൻ വന്നു, ഇടിച്ചു. വന്നു ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. എന്ത്? ട്രെയിന് വന്നിട്ട് ഇടിച്ചിട്ടു. ട്രെയിൻ ഇടിച്ചെന്നോ? ആ, ചേട്ടാ, അളി എന്നോട് ഫോണിൽ സംസാരിച്ചു. ചേട്ടാ, സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്രോസ് മുറിച്ച് പോയപ്പോ പുറകിൽ നിന്ന് ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയാട്ടാ, കള്ളം പറയുവാ. അതൊന്നല്ല, നിന്നോട് അയ്യോ, ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നത്. അവന് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ. ഞാൻ അറിയാതെ ഒരുത്തിനോട് വിശ്വസിക്കേ. ചുമ്മാതിരിക്കെ. ശിവദാസന്റെ മോൻ മരിച്ചു. അവന് ഗോച്ചയെ കൊന്നു. ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. ലാപ്ടോപ്പിലുണ്ട് സാർ. ലാപ്ടോപ്പ്. എന്നാ പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ PA സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ, വാ. എന്റെ പാർട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ, ബോധം എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം, പക്ഷെ പോകാൻ പാടില്ല. എന്റെ കോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. ഏയ്, വേഗം ഇങ്ങോട്ട് വാ. ആ പുറപ്പെടാം. ഡേ, എന്താടാ ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടാ, നമ്മുടെ മുരുകേശൻ. ഏ? മുരുകേശൻ.
അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഡേയ് എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? മുരുകേശ മുരുകേശ ചേട്ടാ ഏയ് വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? ആ പോവാം പോവാം. അണ്ണൻ മുകളിലുണ്ട്. ശരി. വാടി. ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവി അടിച്ചിട്ടേ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി, നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നുമല്ല. ഡേയ് കേറടാ, കേറി അകത്തോട്ട് പോ. അവൻ വരും, തീർച്ചയായും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും.